നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മകന് ഈ പ്രശ്നമില്ല. എന്നോട് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മകൻ ഈ പ്രശ്നമില്ല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല. ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ഒരുപാട് ദേഷ്യത്തിൽ പറഞ്ഞില്ല, ഒരുപാട് സുഖമായിട്ട് എന്താ പറയുക, ഒരു വളരെ ക്രൂവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്രൂരമായിട്ട് ഒരാളുടെ ഷാർപ്പായിട്ട് നമ്മളോട് പറയില്ലേ, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയില്ലേ, ഒരു വാൺ ചെയ്യുന്ന പോലെ പറയില്ലേ, മീൻസ് ഒരു വാണിംഗ് പോലെ പറയുന്നത്. ഞാന് ഒരു വയ്യാത്ത കുട്ടി ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങളുടെയൊക്കെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഉണ്ടായി, ഞങ്ങളത് സ്വീകരിച്ചേ പറ്റൂ, ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റൂ. ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും. പിന്നെ ഈ പറയുന്ന ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് സോറി നമ്മുടെ കാലശേഷം എന്തെന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും കൂടുതലായിട്ട്. നമുക്ക് ആരോഗ്യമുള്ള കാലത്തോട് നമ്മൾ അവരെ സംരക്ഷിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു കുട്ടിയുടെ പേരിൽ അങ്ങനെ ഒരു അപമാനം കൂടെ കേൾക്കേണ്ടി വന്നപ്പം ഭയങ്കര വിഷമം തോന്നി. നമസ്കാരം. ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ മജീഷ്യൻ മുതുകാടിൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട്. ഈ ഫാൻസിന് എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ കേട്ട് ചില ആൾക്കാരുടെ ഫാൻസ്, മുതുകാടിന് മാത്രമല്ല ചില അന്തം ഫാൻസ് ഉണ്ട്. ഇവർക്ക് എന്താ വെച്ചാൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എത്ര കേട്ട് കഴിഞ്ഞാലും ഇവർക്ക് എപ്പോഴും സത്യാവസ്ഥ ബോധ്യപ്പെടില്ല. ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ മുതുകാടിൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടവർക്കറിയാം ഞാൻ എന്ത് വ്യൂ ആണ്, എൻ്റെ വ്യൂ എന്തായിരുന്നു, ഞാൻ ഏത് ഇഷ്യൂ ആണ് ഇതിൽ അഡ്രസ്സ് ചെയ്തതെന്നുള്ളത്. ഈ മുതുകാടിൻ്റെ ഇഷ്യൂ പല ആൾക്കാരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുതുകാടിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ, എസ്പെഷ്യലി ഷാജൻ സ്കറിയ. അയാൾ പോട്ടെ, അയാളെന്തോ ആയിക്കോട്ടെ, എന്താണ് അയാളുടെ പരിപാടി എന്നുള്ളത് അത് കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഒരുപാട് പേര് ഇതിനെ ഈ ഷാജൻ സ്കറിയനെ ചെയ്തിട്ടുള്ള സംഭവം, മുതുകാട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പീച്ച്, അതായത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വന്നിരുന്നിട്ട് ഒരു കപട മുഖം മൂടി തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പല ആൾക്കാരും ഇന്നലെ സംസാരിച്ചവരൊക്കെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൊരു ഫൈനാൻഷ്യൽ ക്രമക്കേടില്ല, അയാൾ ഓഡിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാളുടെ ഫൈനാൻഷ്യൽ ക്രമക്കേട് അല്ലെങ്കിൽ ഇയാളുടെ ഫൈനാൻഷ്യൽ സംഭവം അല്ലെങ്കിൽ ഇയാളുടെ ഒരുപാട് സ്വത്ത് വിറ്റിട്ടാണ് ഇയാൾ ഈ കുട്ടികളൊക്കെ നോക്കിയിട്ടുള്ളത്, അപ്പോൾ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇതൊന്നുമല്ല നമ്മൾ ഞാൻ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്ത കാര്യം അതേയല്ല. നമ്മളിതിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിൽ ഈ ഇഷ്യൂവിൽ വീഡിയോസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിത ദേവദാസിൻ്റെ ചാനൽ 2-3 പാരൻസ് വന്നിരുന്ന് സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ ആദ്യം കേട്ടത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഒരു പേരൻ്റ് പറഞ്ഞാൽ, ഞാൻ ഒരു രക്ഷിതാവ്, ഞാനും ഒരു കുട്ടിയുടെ അച്ഛനാണ്, ഒരു പേരൻ്റാണ്, ആ ഒരു കണ്ടീഷനിലാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി, ഓക്കെ, പല ചില കുട്ടികൾക്ക് ഓട്ടിസമാണ്, ചിലർക്ക് ഡൗൺ സിൻഡ്രോം ആണ്, അങ്ങനത്തെ ഒരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ ഒരു പേരൻസിൻ്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവുന്നറിയില്ല. എനിക്കൊന്നും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് കമൻ്റ് അടിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല, ചർച്ച ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല. ചില ആൾക്കാർ വന്നിരുന്നിട്ട് വലിയ ഡേറ്റാസൊക്കെ നിരത്തിയിട്ട് മുതുകാടിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ വീഡിയോസ് മുക്കും ചെയ്തു. ഭയങ്കര എന്താ പറയുക ആധികാരികമായിട്ടൊക്കെ ഇരുന്ന് വന്ന് പറയുന്നുണ്ട് ഇയാൾ എന്താ പറയുക അത്രയും വലിയ സംഭവമാണ്, ദൈവതുല്യനായ മനുഷ്യന്. ദൈവതുല്യന അയാൾ എന്തോ ആയിക്കോട്ടെ. ഞാൻ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒറ്റ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളുടെ അച്ഛനമ്മമാരോടും കുട്ടികളോടും പെരുമാറുന്ന രീതി, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തിയായിട്ടുള്ള മുതുകാട് എന്നുള്ളതും പ്ലസ് അത് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലായതാണ്. ഒരു നോർമൽ മനുഷ്യനോടാണ് സംസാരിക്കുന്ന രീതിയിലുള്ള സൈക്കോളജി ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ മോട്ടിവേഷൻ വീഡിയോസിലൂടെയൊക്കെ ഇയാളുടെ സ്പീച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോയി ഇയാൾ ഭയങ്കര ഫിലോസഫിയും കാര്യങ്ങളും, ഫിലോസഫി അല്ല, ഭയങ്കരമായിട്ട് സൈക്കോളജിയൊക്കെ അറിയുന്ന ആളാണ്. പക്ഷേ ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ പറഞ്ഞിട്ടൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് സത്യമാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ മക്കളെ പറ്റുന്ന ഒരു അച്ഛനമ്മമാരും അങ്ങനെ നുണ പറയില്ല 100%. പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള അവരുടെ ലൈഫ് എന്താ, ഇത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്? ഈ കമൻ്റ് അടിക്കുന്നവർ അല്ലെങ്കിൽ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർ പറയണം എന്താ, ഈ അച്ഛനമ്മമാർ വന്നിരുന്ന് നുണ പറയുന്നുള്ളതാണോ? ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്ത് പറയുന്നു, ഒരു 50 കുട്ടികളെടുത്തിട്ടുണ്ടെങ്കിൽ 45 പേർക്കും ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കില്ല, ബാക്കി 5 പേർക്കേ ഉണ്ടായിരിക്കുള്ളൂ. ഈ 5 പേർക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബാക്കി 45 പേരും ശരിയാണെന്നല്ല. ഇതിൽ 2 വിഭാഗമാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ വിധേയരായിട്ട് നിൽക്കുന്ന കുറച്ച് പാരൻസ് ഉണ്ടായിരിക്കും. അതാണ് ഈ 45 എന്നുള്ള നമ്പർ ഞാൻ പേഴ്സണലി പറയുന്നത്. വിധേയരായിട്ട് നിൽക്കാറുണ്ടെങ്കിൽ അവിടെ കുട്ടികളെ എംപവർ ചെയ്യിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലുള്ള ഞാൻ പറയട്ടെ. അപ്പോൾ ഇതിലുള്ള ഈ 45 പേരും
അവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ബെനിഫിഷ്യറി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ ആ ഒരു ബെനിഫിറ്റ് കൈപ്പറ്റുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും അവർക്ക് ഇനിയിപ്പോൾ കുറ്റം ഉണ്ടെങ്കിൽ പോലും, അവർക്ക് എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു നല്ല ശതമാനം ആൾക്കാർ പുറത്തേക്ക് പറയൂല. ഇനി അതിലേറെ കൂടുതൽ ആൾക്കാർക്ക് എന്താ അറിയോ, ഇത് മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ നിലക്കുന്നത്, ഇതൊരു ഇഷ്യൂ ആണ്, ഇതൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചപ്പോൾ നമ്മൾ സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇതാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്ന കുറച്ച് ആൾക്കാർ. ഇതല്ലാതെ ചിന്തിക്കുന്ന ഒരു 50 ഔട്ട് ഓഫ് 5 പേരുണ്ടല്ലോ, ഈ 5 പേരെ അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്നിപ്പോൾ സുനിതയുടെ ചാനലിൽ വന്നിട്ട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ലേഡി, അതായത് ലാസ്റ്റ് ഇപ്പോൾ അവർ ചാനലിൽ വന്നിട്ട് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്, ആ ഒരു അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അതിനൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യാൻ എങ്ങനെ തോന്നുന്നത്? അങ്ങനത്തെ ഒരു കുട്ടിയുടെ അമ്മ, ഒരു ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ അമ്മ, ഫോർ എനി ചൈൽഡ്, ഒരു കുട്ടിയുടെ അമ്മ അവരവൻ്റെ കുട്ടി ത്രൂ ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര കാലം കഴിഞ്ഞ ശേഷം വന്ന് തുറന്ന് പറയുന്നതാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. ചില ചങ്ങായിമാരൊന്നും ഒരു കാരണവശാലും നന്നാവില്ല. എന്താ വെച്ചാൽ അതിങ്ങനെ അന്ധത ബാധിച്ചിരിക്കണേ. ഇത് എത്ര കേട്ടാലും ഇപ്പോൾ ഇത്രയധികം കേട്ട് കഴിഞ്ഞിട്ട് മനസ്സിലാവില്ല. എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു അമ്മ പറഞ്ഞ സമയം ആ ഒരു ലേഡി പറഞ്ഞു, പിന്നെ അതിന് ശേഷം ആ ഒരു സാറ് പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം ഈ ആൾക്ക് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇതുപോലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അവിടുത്തെ സ്റ്റാഫിനും ഇല്ല, അത് ചെന്ന് പറയുന്ന സമയത്ത് ഇയാൾക്കും ഇല്ല. ഇൻടോളറൻസ്, അസഹിഷ്ണുത ഭയങ്കര കൂടുതലായിട്ട് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ മജീഷ്യനെ തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് അയാൾ ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്ന കുറേ പാപം കിട്ടുന്നു. ആരൊക്കെയാണ് സംഭവം ഉണ്ട്, ഇതിന് പാപം കിട്ടും, മറ്റേ ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാപം കിട്ടുന്ന കുറേ അറിഞ്ഞിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മളിത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും അറിയാതെ ഒന്നും ഇതുപോലെ വീഡിയോ ചെയ്യില്ല എന്നൊന്നും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, അതെന്തോ കാര്യങ്ങളായിക്കോട്ടെ. ഈ അച്ഛനമ്മമാർ പറഞ്ഞിട്ടുള്ള 4 വീഡിയോ അത് ചോദിച്ചു, ഈ അച്ഛനമ്മമാർ വന്നിരുന്നിട്ട് നുണ അറിയണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം അറിയാം, കുറച്ച് കമൻസിൽ എനിക്കെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് മറുപടി കൊടുക്കാൻ വയ്യ. പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാർക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിൽ മറുപടി കൊടുത്തു. പക്ഷേ അപ്പോഴും പിന്നെ എന്നെ തെറി പറയുന്ന സിറ്റുവേഷൻ വരാറുള്ളത് നിങ്ങൾ അന്ധമായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ആ അമ്മ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയി ചേർത്തു. എന്തിനാ ഇവരെ മനസ്സ് എന്താ പറയുക സംഭവം? ഇപ്പോൾ നമ്മളെയൊക്കെ കുട്ടികൾ ഇപ്പോൾ ഇതുപോലെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു അച്ഛനമ്മമാരുടെയും മനസ്സിലൊരു ആദി ഉണ്ടായിരിക്കും. ഒരു ആദി എന്ന് തന്നെ പറയാം. ആദ്യം പറഞ്ഞ അർത്ഥം ഉണ്ടാവുന്നതായിരിക്കുന്നു. ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഒരു തീ ഉണ്ടായിരിക്കും മനസ്സിൽ. കാരണം വെച്ചാൽ നമ്മുടെ സഹായം ഇല്ലാതെ ആ കുട്ടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആദി ഉണ്ടായിരിക്കും, ഒരു ഭയം ഉണ്ടായിരിക്കും. ഞങ്ങളൊക്കെ കാലശേഷം ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ? കാരണം ഈ വേൾഡ് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കഴിവുകളുള്ള ആൾക്കാർക്കായാൽ പോലും ഇന്ന് മുട്ടി നിൽക്കാൻ അങ്ങനത്തെ ഒരു ലോകമാണത്. അങ്ങനത്തെ ഒരു കപട ലോകം തന്നെ സീരിയസ് ആയിട്ട് പറയാം. അങ്ങനത്തെ ഒരു ലോകത്ത് ഈ കുട്ടികൾക്ക് മുട്ടി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു ആദിയാണ് അച്ഛനമ്മമാർക്കുള്ളത്. ഈ ആദിയിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? അവരെ എംപവർ ചെയ്യിക്കുക, എന്തെങ്കിലും രീതിയിൽ അവർക്കുള്ള ഈ പറഞ്ഞ സ്പെഷ്യൽ എബിലിറ്റീസ് വെച്ചിട്ട്. ഈ ലാസ്റ്റ് സംസാരിച്ച നമ്മുടെ മോൻ ഡാൻസാണെന്ന് പറഞ്ഞ്, ഡാൻസിൽ അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഡാൻസ് പെർഫോമൻസ് വെച്ചിട്ട് ആ കുട്ടിയെ ആ ഒരു കഴിവ്, ആ ഡാൻസിനുള്ള കഴിവ് വെച്ചിട്ട് ആ കുട്ടിയെ നാളെ ഫ്യൂച്ചറിലേക്ക് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചങ്ങാതിനെ സമീപിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അവർക്ക് വേറെ എവിടെയും കിട്ടാത്തല്ല. ഓരോ പ്രതീക്ഷയാണ് അവർക്ക്. ഓരോ സിറ്റുവേഷൻ കാണുന്ന സമയത്തും ഇവർക്ക് പ്രതീക്ഷിക്കണം, ഇതിലെങ്കിലും അവർക്കൊന്നും വേണ്ട. ഈ അങ്ങനത്തെ അച്ഛനമ്മമാർക്കൊന്നും ഇത് സൈക്കോളജി, ഇപ്പോൾ ഞാൻ സൈക്കോളജി പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും പറയുകയാണ്, ഈ സൈക്കോളജി ചിന്തിക്കുന്ന സമയത്ത് ആലോചിക്കാം, അവർക്ക് വേറെ ഒരു ലാഭേച്ഛയോ അവരെ വേറെ സംഗതികളോ ഒരു പ്രോഫിറ്റ് മോട്ടീവോ അവർക്കൊരു സ്വകാര്യ താല്പര്യങ്ങളോ ഇല്ല. അവർക്ക് എന്താ വെച്ചാൽ അവരെ കുട്ടി അനുഭവിക്കുന്ന സംഭവം, ആ അനുഭവിക്കുന്ന സംഭവത്തിൽ നാളെ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് സ്വയമായിട്ട് ആ കുട്ടിക്ക്, ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് നിൽക്കാനുള്ള ഒരു ഈ അമ്മയുടെ കുട്ടി ഡൗൺ സിൻഡ്രോമാണ്. ഡൗൺ സിൻഡ്രോം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓട്ടിസം പോലെയല്ല. അവർ കുറച്ചും കൂടി സൈലൻ്റ് ആയിരിക്കും. ഇതുപോലെയല്ല അവർ ഇപ്പോൾ വേറൊരു സംഭവം ഞാൻ ഒന്ന് റീകോൾ ചെയ്യട്ടെ. അപ്പോൾ റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് മിസ്സായി പോകുന്നത് എന്തറിയോ? ഈ ലൗഡ് സ്പീക്കർ അവിടെ വെച്ചിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞു. ഇന്നലെ ഒരു അമ്മ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഭയങ്കര ലൗഡ് മ്യൂസിക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലത്. അപ്പോൾ ഇത് ചെവിക്ക് പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടാവും. ഈ ലൗഡ് നോയ്സ് കേൾക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ഇഷ്യൂ ആണല്ലേ, അതിലും ഇഷ്യൂസുള്ള ഒരുപാട് പേരുണ്ടാവും. ഇതിൻ്റെ ഒരു തേങ്ങയും മണ്ണാങ്കട്ടെ അറിയാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള എനിക്ക് ഇവരുടെ സംസാരം കേട്ടിട്ട് മനസ്സിലായത്. ഇതൊന്നും മനസ്സിലാവാത്ത ഒരു 45% അല്ല 45 പേരുണ്ട്, 90% ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക.
അവരല്ല. എനിക്ക് തോന്നുന്നത് 100% ഇതിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടോ പരിപാടിയോ കാര്യങ്ങളോ അതൊക്കെ അന്വേഷിക്കായിരിക്കും അതൊക്കെ സ്റ്റെപ്പ്, അതൊക്കെ വളരെ പ്രൂഫ് വളരെ ക്ലിയർ ആക്കിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം 100% ഉറപ്പാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഇതിന് ഇതിന് എന്താ പറയുക കമ്പീറ്റൻ്റ് ആയിട്ട് ഇതിന് ആദ്യം എന്താ പറയുക ഇത് കൊണ്ടു നടക്കാൻ ഇതുപോലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും കുട്ടികളെ മാത്രമല്ല പേരൻസിനെ കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാർ അവിടെ വേണം. ഇനി ആ കഴിവില്ല ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഇതിനുള്ള കഴിവ് വേണം. ഐ തിങ്ക് ദിസ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ചോദിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് പറയുക എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലൊന്നും ഇതുപോലത്തെ കുട്ടികളില്ല, അതുകൊണ്ട് എന്ന് ഔദാര്യമാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ എല്ലാവരും പറയുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നാണോ നിങ്ങൾ ഈ മുതുകാട് ഫാൻസ് വിചാരിക്കുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കിതിന് ഞാൻ പറയാൻ കാരണം എനിക്ക് വന്ന കമൻസൊക്കെ കണ്ടാണ്ടല്ലോ തെറിയൊക്കെ ഓക്കെ തെറി പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അത് മാത്രമല്ല ഈ ഇവർ പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ അടിയിൽ നോക്കുന്ന സമയത്ത് അതുപോലത്തെ കമൻസ് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ നിങ്ങൾ കാണാം, ലാസ്റ്റ് ഇവർ തന്നിട്ടുള്ള വീഡിയോ. പ്ലീസ് നിങ്ങൾ ഈ അന്ധമായിട്ട് മുതുകാടിനെ സപ്പോർട്ട് ചെയ്തോളൂ. ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ടേക്ക് സം ടൈം. എനിക്കൊന്നും 30 മിനിറ്റിൻ്റെ 35 മിനിറ്റിൻ്റെ ഉണ്ട്, അത് ഡബിൾ സ്പീഡിൽ ഇട്ടിട്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് സ്പെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഡബിൾ സ്പീഡിലുണ്ടാകും. നിങ്ങളിതൊന്ന് കേൾക്കുക. നിങ്ങൾ കേട്ടിട്ട് ആ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ പറയും ഇവർ നുണ പറയുമോ എന്നുള്ളത്. എന്നിട്ട് ക്രൂശിക്കാൻ നോക്കുക, എന്നിട്ട് കുറ്റപ്പെടുത്താൻ നോക്കാം. പിന്നെ ഈ കാര്യം പറഞ്ഞു സുനിതയുടെ കാര്യം സീരിയസ്ലി ഹാറ്റ്സ് ഓഫ്. കാരണം വെച്ചാൽ ഇത് ആരൊക്കെ ഇതുപോലെ അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ടായിരിക്കാം. നാളെ മറ്റന്നാൾ ഒരുപാട് പേര് പറയും. കുറച്ച് കഴിയുന്ന സമയത്ത് റിസൾട്ട് കണ്ടില്ലെന്ന് തോന്നുന്ന സമയത്ത് അവർ കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ പോവാന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഡയലോഗൊക്കെ പറയും. ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് ഒന്നുകൂടി ക്ലിയറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്തായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ. റിയലി പത്തറ്റിക്. ഇത് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നിപ്പോയി. ഇത് ഫൈനാൻഷ്യലൊന്നല്ല. അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. പല ആൾക്കാരും കോമരങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് ഇയാളെ സാമ്പത്തിക ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേടിനേക്കാളും വലിയ സംഗതികളുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ട ഏജൻസീസ് കേപ്പബിൾ ആണെങ്കിൽ, സ്വാധീനം ഇല്ലെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. അതൊന്നുമല്ല. ഒരു ഏജൻസിക്കും ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ സൈക്കോളജിയും അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ, അതേമാതിരി ഈഗോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ് ഇയാളുടെ കേസിൽ. ഈഗോ നമ്മളെക്കാളും മുകളിലാണ്. അതായത് ഞാൻ വലിയ എന്തോ ആണ്, എന്നേക്കാളും മുകളിൽ ഈ പറഞ്ഞ വ്യക്തി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അല്ലെങ്കിൽ പിൻ പോയിൻ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത് പിൻ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഈ കേസിൽ ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം പറഞ്ഞു വിട്ടു. പക്ഷേ ഓരോ ആ കേസ് വരുന്ന സമയത്തും ഓരോ സംഭവം വരുന്ന സമയത്തും നമുക്ക് സംസാരിക്കാൻ അത് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും, ഇറിറ്റേറ്റഡ് ആയി, അസ്വസ്ഥനായി പോവുക ഭയങ്കരമായിട്ട്.